السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على إمام المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ വിവിധ സംഘടനാ പ്രതിനിധികളായ അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, കത്തുന്ന മുടി വിവാദവും കേരളീയ പൊതുസമൂഹവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പൺ ഡിബേറ്റാണ് ഇവിടെ നടക്കുന്നത്. കുറച്ചു കാലമായി കേരളത്തിൽ തിരുകേശവും 40 കോടിയുടെ പള്ളിയും വിവാദമായി കൊണ്ടിരിക്കുകയാണല്ലോ. കാന്തപുരം വിഭാഗം സുന്നികളൊഴികെ മുസ്ലിങ്ങളിലെ മറ്റെല്ലാ വിഭാഗങ്ങളും തിരുമുടിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് അമാനുഷികതകളുണ്ടെന്ന് വാദിക്കുന്നവർ തന്നെ കാന്തപുരത്തിൻ്റെ കയ്യിലുള്ളത് വ്യാജമാണെന്നാണ് വാദിക്കുന്നത്. ഒറിജിനലാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ തെളിയിക്കാൻ അദ്ദേഹത്തെ അവർ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ കയ്യിലുള്ളത് ഒറിജിനലാണെന്നും ഞങ്ങൾ അത് കഴുകിയ വെള്ളം 25,000 രൂപയ്ക്ക് വരെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ബഹുമാന്യനായ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം അവറുകൾ ഈ സമൂഹത്തിൽ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ശ്രീ പിണറായി വിജയൻ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. ഏത് മുടിയും കത്തും, പ്രവാചകൻ്റെ തിരുശേഷിപ്പുകളല്ല, വാക്കുകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവന കേട്ടപ്പോൾ സ്വാഭാവികമായും കാന്തപുരം ഉസ്താദ് അവറുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. മതകാര്യത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മാത്രമല്ല, അവിടെയും നിർത്തിയില്ല. രാഷ്ട്രീയക്കാർ മതകാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് വർഗീയത ഇളക്കിവിടാൻ കാരണമാകും എന്നതുമായിരുന്നു. ഇത് ശരിക്ക് കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞൊരു പ്രസ്താവനയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുമ്പും കേരളീയ പൊതുസമൂഹത്തിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ മതകാര്യങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയക്കാർക്ക് മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മതപണ്ഡിതന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും ഒരു അഭിപ്രായവും പറയാൻ പാടില്ല എന്നതിന് നമ്മൾ കാതോർക്കേണ്ടി വരുമല്ലോ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ എല്ലാ മതവിഭാഗങ്ങളും ജീവിച്ചു വരുന്നുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നത് നമ്മുടെ സാംസ്കാരിക മുഖമുദ്രയായി നമ്മൾ കാണുന്ന ഒരു തത്വമാണ്. ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും ഏത് മതവിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും, മതവിശ്വാസിയാണെങ്കിൽ തൻ്റെ മതവിശ്വാസം ഉൾക്കൊള്ളാനും ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനും ആ മതം പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ദൈവം ഒന്നാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്, ദൈവം പലതാണ് എന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ട്, 30 കോടി ദൈവങ്ങളുണ്ട് എന്ന് ഇന്ത്യയിൽ നമ്മുടെ ദൈവങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറയാറുണ്ട്. പുണ്യനദികളും പുണ്യവൃക്ഷങ്ങളും പുണ്യപുഷ്പങ്ങളും അങ്ങനെ പുണ്യജീവികളുമൊക്കെ നമ്മുടെ നാട്ടിൽ ആരാധനാപത്രങ്ങളാണ്, ദൈവങ്ങളാണ്. അതേപോലെ തന്നെ ദൈവം മൂന്നെന്ന് പറയുന്ന ട്രിനിറ്റി, ത്രിയേകത്വം അംഗീകരിക്കുന്ന
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് കൂടിയതാണ് ദൈവം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതം പ്രബോധനം ചെയ്യാനും അത് പരസ്യമായി പറയാനും അതുപോലെ തന്നെ മാന്യവും ന്യായവുമായ മതസംവാദങ്ങൾ ഇവർക്കിടയിൽ നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അത് മാന്യമായി നടക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെ നടന്നാൽ ഒരിക്കലും വർഗീയത ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, ഇത്തരം സ്നേഹ സംവാദങ്ങളും സൗഹാർദ്ദപരമായ മതപരമായ ന്യായമായ സംവാദങ്ങൾ നടക്കുന്നതിലൂടെയാണ് വർഗീയത ഇല്ലാതാക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം. നമുക്കറിയാമല്ലോ, കേരളത്തിൽ 978 ഷാബാനു കേസ്, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള വിവാദങ്ങൾ, ശരീഅത്ത് വിവാദം, ശ്രീ EMS ആയിരുന്നു ആ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നത്. EMSന്റെ വാദങ്ങൾക്കെതിരിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ഒന്നടങ്കം, കാരണം അത് വിശുദ്ധ ഖുർആനിനും ശരീഅത്തിനും എതിരല്ലുള്ള ഒരു കടന്നുകയറ്റമായതിനാൽ തന്നെ മാന്യമായ നിലയിൽ ന്യായമായ രീതിയിൽ അതുമായി സംവദിച്ചു. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഇസ്ലാമെന്നും എന്താണ് തലാഖെന്നും വിവാഹമോചനമെന്നുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാനായി. എന്ന് മാത്രമല്ല, EMS അവസാനം പറഞ്ഞു, എനിക്ക് ശരീഅത്ത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആ ചർച്ച അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കേരളീയ പൊതുസമൂഹത്തിൽ മതപരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പറയേണ്ടത്, ഇസ്ലാം എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തക മതമല്ല. ഇസ്ലാം എല്ലാവരുടെയും പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ്. പ്രവാചകനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രവാചകനല്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു ദിവ്യ സൂക്തമുണ്ട് വിശുദ്ധ ഖുർആനിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നതാണ്. പ്രവാചകരെ, താങ്കളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സകലമാന ജനങ്ങൾക്കും കാരുണ്യമായി കൊണ്ടാണ് നാം നിയോഗിച്ചിട്ടുള്ളതെന്നാണ്. അവിടെ റഹ്മത്തൻ ലിൽ മുസ്ലിമീൻ എന്നോ റഹ്മത്തൻ ലിൽ മുഹ്മിനീൻ എന്നോ റഹ്മത്തൻ ലി സുന്നിയീൻ എന്നോ റഹ്മത്തൻ ലി ഷിയഈൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ലിൽ ആലമീൻ എന്നാണ്. ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരായി ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം റഹ്മത്തായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീ പിണറായി വിജയനും മറ്റാർക്കും ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കുറിച്ച്, പ്രവാചകൻ ആരാണെന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അതേപോലെ തന്നെ അത് പഠിക്കാനുമൊക്കെയുള്ള അവകാശമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രവാചക നിയോഗത്തെക്കുറിച്ച് പ്രവാചകനോട് തന്നെ പ്രഖ്യാപിക്കാൻ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖുൽ, പ്രവാചകരെ താങ്കൾ പ്രസ്താവിക്കുക, പ്രഖ്യാപിക്കുക, യാ അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും നിയോഗിതനായ പ്രവാചകനാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയല്ല. ഇസ്ലാം നമ്മുടെ മാത്രം ദീനല്ല. ഈ പ്രപഞ്ചനാഥനായ ഏകനായ സൃഷ്ടാവായ തമ്പുരാൻ, ജഗന്നിയന്താവായ അള്ളാഹു സൃഷ്ടികളായ മനുഷ്യർക്ക് അവരുടെ മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം എന്ന് ലോകത്തോട് തുറന്ന് പറയേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതിനെ സങ്കുചിതമാക്കി വെക്കേണ്ടവരിൽ നമ്മൾ എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അതും മുസ്ലിങ്ങളുടേത് മാത്രമല്ല, അത് ലോകത്തിൻ്റെ പൊതുസ്വത്താണ്. ഇതൊരു സംഘടന പറയുകയില്ല, ഇത് മുജാഹിദുകളുടെ വാദം മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. സൂറ ഇബ്രാഹിമിൽ ആദ്യത്തെ സൂക്തം തന്നെ തുടങ്ങുന്നത് അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലന്നൂർ. പ്രവാചകരെ, ഈ ദിവ്യഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലോകത്തിലുള്ള മുഴുവൻ സകലമാന ജനങ്ങളെയും അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണിത്. ആ ഖുർആൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതെല്ലാവർക്കും നമുക്ക് കൊടുക്കാം. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രതിരോധ മന്ത്രി റിയാദിൽ വന്നപ്പോൾ, ശ്രീ AK ആൻ്റണി വന്നപ്പോൾ
ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ പല സമ്മാനങ്ങളും നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പട്ടണിയിച്ചുകൊണ്ട്, പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ടൊക്കെ സ്വീകരിക്കുകയുണ്ടായി. നമ്മുടെ റിയാദിലെ ഇസ്ലാഹി സെൻറ്റർ പ്രതിനിധി ശ്രീ ആൻ്റണിക്ക് നൽകിയത് വിശുദ്ധ ഖുർആനിൻ്റെ മലയാള പരിഭാഷയായിരുന്നു. അദ്ദേഹം അത് മറ്റുള്ള സമ്മാനങ്ങളെക്കാൾ കൂടുതലായി വിലമതിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും അത് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. സൗദിയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ന്യൂസ് പത്രത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വന്നു. അല്ല, ആ മുസ്ലിങ്ങൾക്ക് നമ്മൾ ഖുർആൻ കൊടുക്കാൻ പാടുണ്ടോ? നോക്കണം, നമ്മളിപ്പോഴും എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ആ മുസ്ലിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ കൊടുക്കാൻ പാടുണ്ടോ? ഇവിടെ നോക്കൂ, സൗദി അറേബ്യയിൽ മദീനയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന 28-ലധികം ഭാഷകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ, ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. ഇവിടെ 28 എന്നാണ് എൻ്റെ ഓർമ്മ, ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്തിനു വേണ്ടിയാണ്? ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങൾക്ക് എന്ന പോലെ അമുസ്ലിങ്ങൾക്കും ഇവിടെ 286-ലധികം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുകളുണ്ട്. മക്തബു തആവുനിൽ വലിദ്ദഅവ വൽഇർഷാദ് വതൗഇയത്തുൽ ജാലിയാത്ത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക്, ഇവിടെ വരുന്ന ആളുകൾക്ക്, അമുസ്ലിങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായ ഈ രാജ്യത്ത് അവർ വന്ന് 10-20 കൊല്ലം ജോലിയെടുത്ത് വെറും കൈയോടെ മടങ്ങിപ്പോകാൻ പാടില്ല. ഈ ഭൂമിയിൽ വന്നിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണെന്നറിയാതെ പോകാൻ പാടില്ല. അതവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇസ്ലാമിനെ നമ്മൾ എവിടെയെങ്കിലും അടക്കി ഒതുക്കി വെക്കാനുള്ളൊരു മതമായിട്ടല്ല നമ്മൾ കാണേണ്ടത് എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ മുടിക്കച്ചവടം നടത്തുന്ന ധാർഷ്ട്യത്തിനെതിരെ എല്ലാ മതരാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളും സംഘടിതമായി രംഗത്ത് വരണമെന്നാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യവും അഭ്യർത്ഥനയും എന്നാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. ഈ അന്ധവിശ്വാസങ്ങൾ ഇതിൻ്റെ പേരിൽ ഒരുപാടുണ്ട്. അപ്പം മുടി കഴുകിയ വെള്ളം അതൊരു പുണ്യമായി കണ്ട് രോഗചികിത്സക്കും മറ്റതിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. പലതിനും വേണ്ടി അതിന് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ മുടി സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇതും ഒരു അന്ധവിശ്വാസം. അതാണല്ലോ ഇപ്പോൾ ചർച്ച ആയത്. പക്ഷേ കേരളത്തിൻ്റെ അന്ധവിശ്വാസം, നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസം ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരിലും ആചാര വൈകൃതങ്ങൾക്കെതിരിലും ശരിക്ക് മനുഷ്യരെ ബോധവൽക്കരിക്കേണ്ട കടമയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കണം നിങ്ങൾ, നമ്മുടെ പ്രബുദ്ധതക്കും ഉത്ബുദ്ധതക്കും കളങ്കമേൽക്കുന്ന വിധത്തിലാണ് അന്ധവിശ്വാസം നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ കഥ തന്നെ എടുക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ചരിത്രം നമ്മൾ വായിച്ചവരാണല്ലോ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താ ഇപ്പോൾ ഈ നട്ടപ്പാതിരിക്ക് എല്ലാവരും കടന്നുറങ്ങുന്ന നേരത്തെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്? നേരം വെളുത്തിട്ടാണെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അർദ്ധരാത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്? അതിൻ്റെ പേരിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. കാരണം എന്താണെന്നോ, നേരം പുലർന്നാൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച പാരമ്പര്യ വിശ്വാസപ്രകാരം അശുഭകരമായ ദിവസമാകുന്നു, ജ്യോതിഷപ്രകാരം ദുർദിനമാകുന്നു. അതുകൊണ്ട് അത് പാടില്ല, പ്രഖ്യാപിക്കാൻ പാടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ ഈ കാര്യം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ അന്ധവിശ്വാസം. ഇത് ലോകത്തെല്ലാം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. ലോകത്തെയാകെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു അത്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിൻ്റെ ഫലം, ശാസ്ത്രീയ വിജയത്തിൻ്റെ നേട്ടമായിരുന്നു അത്. പക്ഷേ അവിടെയും അന്ധവിശ്വാസം പിടിമുറുക്കി. ചന്ദ്രനിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വാഹനത്തിന് നൽകിയ പേര് ആരുടെ പേരാണെന്നോ? ഗ്രീക്ക് ദേവന്റെ ആരാധ്യനായ അപ്പോളോയുടെ പേരാണ് അതിന് നൽകിയത്. അവിടെയുണ്ട് അന്ധവിശ്വാസം. ശാസ്ത്രത്തിലും അന്ധവിശ്വാസമാണ്.
ഇന്നും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ. ബഹിരാകാശ യാത്രക്കുള്ള റോക്കറ്റുകൾ പറന്നുയരുന്നതിന് മുമ്പ് ഹോമവും മന്ത്രവും നടക്കുന്നുണ്ട് നമ്മുടെ ശാസ്ത്ര കേന്ദ്രങ്ങളിൽ. ഈ അടുത്ത് കേരളത്തിൽ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹൂർത്തം നോക്കി കാലതാമസം വരുത്തി. 100% സാക്ഷരത കൈവരിച്ച കേരളത്തിൽ നല്ല കാലവും അതുപോലെ തന്നെ ദുശകുനവുമൊക്കെ ഈ രംഗത്തേക്കും കടന്നു വരികയാണ്. ജൂൺ 1 ചൊവ്വാഴ്ചയായതിനാൽ അധ്യായ വർഷം അതിൻ്റെ തുടക്കം അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ചൊവ്വാദോഷം ഉണ്ടാവുന്നത് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇതിൽ ഇടതും വലതും ഭരണപക്ഷം പ്രതിപക്ഷം ഒക്കെ കണക്ക് തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു കാര്യം അവരിൽ നിന്ന് പറഞ്ഞു കിട്ടും എന്നതല്ലാതെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും മറ്റെല്ലാ രംഗത്തുള്ള ആളുകളും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല അന്ധവിശ്വാസമുള്ളത്, വിനോദ കായിക രംഗത്തും ഇതിൻ്റെ പിടിമുറുക്കമുണ്ട്. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മേളയിലെ വിജയികളെ കണ്ടെത്താൻ ആരാ വന്നത്? നീരാളിയാ രംഗത്ത് വന്നത്. നമ്മളെയൊക്കെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കും കേട്ടോ. ലോകം മുഴുവൻ ഒരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടു പോയൊരവസ്ഥ ഉണ്ടായി. എന്താണത്? അത് വിശ്വാസമാണോ? അന്ധവിശ്വാസമല്ലേ? വിജയികളെ കണ്ടെത്താൻ നീരാളി രംഗത്ത് വന്നു. മാത്രമല്ല, നോക്കണം നിങ്ങൾ, പ്രത്യേക സാങ്കേതികമായ കഴിവ് നീരാളിക്കില്ല, ഭാവി പ്രവചിക്കാനുള്ള അറിവില്ല, ബുദ്ധി പോലുമില്ല. ഇല്ലാത്ത ഈ നീരാളിയുടെ പ്രവചനം പ്രതീക്ഷിച്ച് ലോകം ഉറ്റുനോക്കുകയാണ് ആരാ ജയിക്കുക കേട്ടോ. അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുകയാണ് മനുഷ്യൻ. എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ എന്ന് ആലോചിച്ച് നോക്കൂ. അന്ധവിശ്വാസത്തിൻ്റെ വിപണി ഇന്ന് അത് വികസിക്കുന്നത് ടെലിമാർക്കറ്റിലൂടെയാണ്. അതും എമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഐശ്വര്യവും രോഗവും വിമുക്തിയും നേടാൻ കുബേർ കുഞ്ചിന്റെ ലോക്കറ്റ് ഉണ്ടായാൽ മതി. എത്ര ചാനലുകളിലൂടെ നോക്കൂ നിങ്ങൾ. കോടികളല്ലേ തട്ടിയെടുത്തത്. കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിലാണിത്. എന്തിനാ നമുക്കൊരു കുറവുള്ള ആലോചിച്ച് നോക്കൂ. ഡിഗ്രിയും അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രിയും PhDയും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ആളുകളാണ് ഇതിൽ കുടുങ്ങിപ്പോകുന്നത്. മനുഷ്യന്റെ ആർത്തിയും സമ്പത്തിനോടുള്ള ദുരയുമാണ് ഇതിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ പോവുകയാണ്. ധനലക്ഷ്മി മന്ത്രം കച്ചവട ലാഭകരമാക്കാൻ അത് ഉപയോഗിക്കുകയാണ് സമൂഹം. നമ്മുടെ വനം വകുപ്പിലൊരു പോസ്റ്റർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്താണെന്നോ? വെള്ളിമൂങ്ങയുടെ പറ്റിയുള്ള പോസ്റ്ററാണ്. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങൾക്കൊരു ദിവ്യശക്തിയുമില്ല. ഇതാരാ പോസ്റ്റർ ഇറക്കിയറിയോ? ആരിറക്കിയത്? കേരളത്തിലെ വനം വകുപ്പ്. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങൾക്കൊരു ദിവ്യശക്തിയുമില്ല. ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ്? പാവം ആ വെള്ളിമൂങ്ങ എന്ന ജീവി അന്ധവിശ്വാസത്തിന്റെ ഇരയായി. വെള്ളിമൂങ്ങ വീട്ടിലുണ്ടായാൽ ഐശ്വര്യം ഉണ്ടാകും എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. വെള്ളിമൂങ്ങക്ക് വില കൂടി, അതിനെ പിടിച്ചുകൊണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള അവസ്ഥ. രുദ്രാക്ഷവും നൂലും ഏലസും ഐക്കല്ലും അതും ഇന്നും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ആഭിചാരവും കൂടോത്രവും തകിടും, ജപിച്ച ചരട്, ചാത്തൻ സേവ, മന്ത്രം ചൊല്ലി വെള്ളം മരുന്നാക്കൽ, ജിന്നിനെ അടിച്ചിറക്കൽ തുടങ്ങിയ ഈ അന്ധവിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളുമെല്ലാം ജാതി മത ഭാഷാഭേദമന്യേ എല്ലാവരും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരിതാപകരമായ അവസ്ഥ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നു? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൗരോഹിത്യത്തിന്റെ പരിവേഷമണിഞ്ഞ പണ്ഡിതന്മാർ അവർ ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. മാത്രമല്ല, പാവപ്പെട്ട ജനങ്ങളുടെ ഭക്തി ചൂഷണം ചെയ്യുകയും ആ ഭക്തി വിറ്റവർ കാശാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പണ്ഡിതന്മാർ ഈ പൗരോഹിത്യം എല്ലാ മതവിഭാഗങ്ങളിലും, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ ഒരിക്കലും പൗരോഹിത്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പൗരോഹിത്യത്തിന്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ജനങ്ങളുടെ ഭക്തി വിറ്റ് കാശാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, ഇതിനെതിരിൽ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും നമ്മുടെ നാട്ടിലെ കവികളും കവയത്രികളും എല്ലാം പ്രതികരിക്കണമെന്നാണ്. ആരും ഇതിനെതിരെയുള്ള അക്ഷരം പറയില്ല. അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കൂട്ടിയേ പറയുള്ളൂ. ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പിന്നിലും എന്തെങ്കിലും ലാഭം ഉണ്ടാകുമെന്നാണ്
ഒരു രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കുക. കാരണം അടിച്ചു നോവിച്ച് തടവിക്കൊടുക്കുന്ന ഒരു ശൈലി രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ. ഒരു തടവാനും വേദനയകറ്റാനുമുള്ള അടിയാണോ ഇത് നമുക്കറിയില്ല. ഏതായാലും അത് അങ്ങോട്ട് വിടാം, രാഷ്ട്രീയ വിശകലനത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് വിടാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല. ഞങ്ങൾക്ക് ഭയപ്പെടാനുള്ളത് അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ല, ദൈവദൂതന്മാർ നമുക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാർ. വലാ യഖ്ശൗന അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ല വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ ഭയപ്പെടാത്തവരാണ്. പടച്ചോനെ മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പേടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ശക്തമായ പ്രചാരണവും ബോധവൽക്കരണവും ഇനി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ DYFI സുഹൃത്തുക്കൾ കുറച്ചു മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ആൾ ദൈവങ്ങൾക്കെതിരിലും അതുപോലെ തന്നെ ദിവ്യന്മാർക്കും സിദ്ധന്മാർക്കും തങ്ങന്മാർക്കും ബാവമാർക്കും ബീവിമാർക്കും ഒക്കെ എതിരുള്ള ഒരു പടനീക്കം നടത്തിയിരുന്നു. അത് മുഴുവനായില്ല. നമ്മളൊക്കെ വേറെ സന്തോഷിച്ചു. കാരണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന അവർക്ക് ചെയ്യാവുന്നത് ചെയ്യട്ടെ എന്ന നിലക്ക്. പക്ഷേ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കി അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഈ സിദ്ധന്മാരെയും ആൾ ദൈവങ്ങളെയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരിൽ സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ വിശ്വാസം വിറ്റ് കാശാക്കുകയാണവർ. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹുവിനല്ലാതെ അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല, ഗൈബിയായ കാര്യങ്ങൾ അറിയില്ല. ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നോ, ഇത്തരം സിദ്ധന്മാർക്കും തങ്ങന്മാർക്കും ബീവിമാർക്കും ബാവന്മാർക്കുമൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ്. അങ്ങനെ എത്രയോ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ജാതി മത ഭേദമന്യേ ആളുകൾ പോകുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന നിലമ്പൂർ എരഞ്ഞിമാങ്ങാടിൻ്റെ അപ്പുറം അകമ്പാടം എന്ന സ്ഥലത്ത് ഒരു ദൈവമുണ്ട്. വേലായുധൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിലമ്പൂർ ഇറങ്ങിയ ടാക്സിക്കാരോട് അകമ്പാടം എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വേലായുധൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇറക്കി കൊടുക്കും. എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തിനാ? അവിടെ ആവശ്യങ്ങൾ മറിഞ്ഞ കാര്യം. ചിലപ്പോൾ അവിടെ മാല പോയിട്ടുണ്ടാവും, ചെയിന് പോയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണാതായിട്ടുണ്ടാവും, കുട്ടികൾക്ക് രോഗം ഉണ്ടാവും. അതിനൊക്കെ ജാതി മത ഭേദമന്യേ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ഇട്ട് അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം കുറേ സമ്പാദിച്ചു. അദ്ദേഹത്തിന് സ്വത്തുണ്ടായി, പണമുണ്ടായി, സ്വർണമുണ്ടായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. നമ്മുടെ വേലായുധൻ ദൈവത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. അപ്പോൾ ജനങ്ങൾക്കൊക്കെ സമാധാനമായി. ഏതായാലും തൊണ്ടി സഹിതം നമ്മുടെ ദൈവം പിടിച്ചു കൊണ്ടുവരും. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലെന്നല്ല ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം കുറേ ആളുകളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനമൊക്കെ ഇന്ന സ്ഥലത്തുണ്ടാവും, മറ്റൊരിടത്തുണ്ടാവും, ഇന്ന കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയിട്ട് സമ്പാദിച്ചതൊക്കെ. വേലായുധൻ പിറ്റേന്ന് തന്നെ രാവിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കയറിയിട്ട് അവിടെ പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് ജനങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. പിന്നെയും ആളുകളുടെ ഒഴുക്ക് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതേപോലെയുള്ള തട്ടിപ്പുകളാണ് വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഈ ശവകുടീരങ്ങൾ, ഈ മുടി വ്യവസായം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി നിലനിൽക്കുന്നൊരു വ്യവസായമാണിത്, ശവകുടീര വ്യവസായം. ദർഗകളും ജാറങ്ങളും മഖാമുകളും മഖ്ബറുകളും അതിനൊക്കെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ വരുമാനമുണ്ടാക്കിയാണ് ജനങ്ങൾ. നോക്കണം നിങ്ങൾ, അതിൻ്റെ ഹോൾസെയിൽ റീറ്റെയിൽ ഏജന്റുമാരായി നമ്മുടെ പണ്ഡിതന്മാർ മാറുന്ന വളരെ പരിതാപകരമായ ദാരുണമായ അവസ്ഥ ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്നു. ഏതായാലും മരിച്ചു കഴിഞ്ഞ ഈ ഖബറിനെ മതവിശ്വാസികൾക്ക് മാത്രമല്ല മതമില്ലാത്തവർക്കും വേണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ അവർക്കുണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങളൊക്കെ, അവർക്കുണ്ട് ഈ രക്തസാക്ഷി ദിനങ്ങളൊക്കെ. അവിടെ അവർ മരിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണെന്ന് പറയുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആളുകളും എന്തിനു വിടുന്നില്ല? മയ്യത്തിന് വിടുന്നില്ല. അതിനെ കൊണ്ട് അവർക്കൊക്കെ ആവശ്യമുണ്ട്. അവിടെ വട്ടത്തിൽ തന്നെയുള്ള റീത്തുകൾ സമർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി ദിനങ്ങളും അങ്ങനെ രക്തസാക്ഷി മണ്ഡപങ്ങളും
ഒക്കെ അവർ കെട്ടിപ്പൊക്കുകയും അതിൽ നിന്ന് മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിനെതിരിലെല്ലാം ഇതൊരു മുടിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഏതേതെല്ലാം ആചാര വൈകൃതങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇതെല്ലാം തന്നെ പ്രബുദ്ധ കേരളത്തിന് ലജ്ജാവഹമായൊരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ ചിന്തയുടെയും നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മതപരമായ നിലയിലും മതേതര തലങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഏതൊക്കെ ആരാധനാ കേന്ദ്രങ്ങളിൽ പണം സ്വരൂപിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തട്ടിപ്പുകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് ഒരിക്കലും പണത്തിൻ്റെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉപജീവനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ ഭക്ഷണം ഊട്ടണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല. നോക്കൂ നിങ്ങൾ, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള കോടാനുകോടി രൂപ വില വരുന്ന നിധിക്ക് കാവൽ നിൽക്കുകയാണ് നമ്മൾ. ഞങ്ങൾക്ക് ആ വിഷയത്തിലും പറയാനുണ്ട്. എന്താണ്? ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല. പണം ആവശ്യമുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾക്കാണ്. അത് കൊടുക്കട്ടെ. എല്ലാ ഇന്ത്യയിലുള്ള ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ അമ്പലങ്ങളിലെയും എല്ലാ പള്ളികളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, പള്ളികളിൽ അങ്ങനെയുള്ള ഈ നിധി കേന്ദ്രങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇന്ത്യ രാജ്യത്ത് 121 കോടി ജനങ്ങളിൽ 40 കോടിയോളം വരുന്ന ആളുകൾ, എൻ്റെ അറിഞ്ഞ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, 40 കോടിയിലധികം വരുന്ന ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നാണ്. ദാരിദ്ര്യരേഖ എന്നൊരു രേഖയുണ്ടെങ്കിൽ അതിൻ്റെയും താഴെയാണെന്നാണ്. എത്രയത്? 1/3. തിന്നാനില്ലാതെ, ഉടുക്കാനില്ലാതെ, കഴിക്കാനൊന്നുമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, തലചായ്ക്കാൻ ഒരിടമില്ലാതെ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ ചൈനൻ്റെ പിന്നിലാണെന്ന് പറഞ്ഞു പോവുകയാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതി ഇവിടെ ഉണ്ടാകുന്നില്ല. എന്നാലോ ഈ നിധികളെല്ലാം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നിധികളുടെയൊക്കെ സക്കാത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്ന എനിക്ക് തോന്നുന്നു. സക്കാത്ത് 20% നിധിക്ക് കൊടുക്കണം, എന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ അതേതൊക്കെയാണ്? പുണ്യവും ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കേന്ദ്രങ്ങളേ ഉള്ളൂ. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഈ 3 പുണ്യ കേന്ദ്രങ്ങളിലും ഒരു സംഭാവനപ്പെട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവിടെ എങ്ങാനും ഇതുപോലൊരു പെട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന ഇവരുടെ പെട്രോൾ വരുമാനത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മറ്റു വരുമാനത്തിൻ്റെയും ഒക്കെ എത്രയോ മടങ്ങ്, എത്രയോ ഇരട്ടി അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ, ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുകയാണ്, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത് ഒരു മുടിയിൽ മാത്രം ഒതുങ്ങുന്ന സംഗതിയല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് വലിയ ദിവ്യത്വവും ഉണ്ടായിരുന്നുവെങ്കിൽ, പ്രവാചകൻ്റെ തിരുശേഷിപ്പിന് വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ, അതാദ്യമായി സ്ഥാപിക്കപ്പെടേണ്ടതും ഉണ്ടാകേണ്ടതും എവിടെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ അവിടുത്തെ തിരുശരീരം മറമാടപ്പെട്ട മസ്ജിദുൻ നബവിയിലായിരുന്നില്ലേ? അതൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ വിയോഗത്തിന് ശേഷം തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വ സുന്നത്തു റസൂലിഹി. എൻ്റെ തിരുശേഷിപ്പായിക്കൊണ്ട് ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ദിവ്യഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും എൻ്റെ ജീവിതചര്യയായ തിരുസുന്നത്തുമാകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല എന്നാണ്. ഈ 2 കാര്യങ്ങളുമാണ്
പ്രധാനപ്പെട്ടത് എന്നാണ് പിണറായി പറഞ്ഞത്. പിണറായിക്ക് വരെ അതാണ് പ്രവാചകൻ ഉപേക്ഷിച്ചു പോയത് എന്ന് മനസ്സിലായി. നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഏതായാലും നമുക്ക് ചർച്ച ചെയ്യാം, ആശയവിനിമയം നടത്താം. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത് അലയടിക്കണമെന്നും ഇതിനെതിൽ നിലനിൽക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരിലും നമ്മൾ പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. മദനിയെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യമുണ്ട്, അത് ചോദിച്ചോട്ടെ ആദ്യം. ഇവിടെ നേരത്തെ TH ദാരിമി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഈ റസൂലിൻ്റെ മുടി ഹജ്ജത്തുൽ വദാഇൽ റസൂല് തലയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം സഹാബത്തിന് വിതരണം ചെയ്തു എന്ന് പറയുകയും അതിൽ ഹദീസുകൾ ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളുണ്ടെന്ന് ഇവിടെ പറയുകയും ചെയ്തു. അതൊന്ന് വിവരിക്കാമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഹമ്മദ് ചോദിച്ച ചോദ്യം തന്നെ ഇവിടെ 1-2 സുഹൃത്തുക്കൾ എഴുതി തന്നിട്ടുണ്ട്. അത് കൂടാത്ത ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഒന്നാമതായി, ഹജ്ജത്തുൽ വിദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ചെയ്ത ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഈ ഹജ്ജ് ചെയ്ത് തഹല്ലുലായ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നീക്കം ചെയ്തത് പ്രവാചകൻ്റെ തന്നെ കൽപ്പന പ്രകാരം അവിടുത്തെ ഒരു ക്ഷുരകനാണ്. പ്രവാചകൻ്റെ കൂടെ ഈ സംഗതികളൊക്കെ സാധാരണ ചെയ്യാറുള്ളായിരുന്ന ഒരു ക്ഷുരകൻ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുടി മുണ്ടനം ചെയ്ത് നീക്കിയ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു സഹാബി വന്ന് അത് എന്ത് ചെയ്തു? ഏറ്റുവാങ്ങി. ഇവിടെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ദാരിമി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടും പ്രവാചകൻ്റെ സാരോപദേശങ്ങൾ നേരിൽ കേട്ടും അവിടുത്തെ അനുഭവിച്ചുമൊക്കെ കഴിഞ്ഞുകൂടുന്ന സഹാബ കിറാം റളിയല്ലാഹു അൻഹും പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നവരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ശത്രുപക്ഷത്തുണ്ടായിരുന്ന, അന്ന് മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ലാത്ത അബൂ സുഫിയാൻ പോലും സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് പ്രവാചകനോടുള്ള ഈ സ്നേഹാദരവുകൾ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ ലോകത്തൊരാളും മറ്റൊരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാരാ പറയുന്നത്? അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ശത്രുപക്ഷത്തായിരിക്കുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത്. അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരായിരുന്നു സഹാബ കിറാം റളിയല്ലാഹു അൻഹും. ഈ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളും, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ആരും തന്നെ വിശ്വാസികളാവുകയില്ല എന്ന്. ഏതുവരെ? ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള സകല ജനങ്ങളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നത് വരെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല കഴിച്ചാൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് ഉണ്ടാകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂന്ന. അങ്ങനെ തന്നെ, അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് പ്രവാചക സ്നേഹം. അപ്പോൾ ഈ സ്നേഹം ഉണ്ടായതുകൊണ്ട് തന്നെ അവർ സഹാബിവര്യന്മാർ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആദരവും ബഹുമാനവും സ്നേഹപ്രകടനങ്ങളുമൊക്കെ നടത്താനുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരു ഉദാഹരണം, മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആദ്യമായി തങ്ങിയത് ഖുബായിലാണ്. ഖുബായിൽ 2-3 ദിവസം തങ്ങി അവിടെ ഒരു പള്ളി, ആദ്യത്തെ പള്ളി നിർമ്മിച്ച് വീണ്ടും യസ്രിബിലേക്ക്, അതായത് മദീനയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ എല്ലാ ആളുകളും ആഗ്രഹിച്ചു, റസൂലിനെ എനിക്ക് വിരുന്നുകാരനായി കിട്ടിയിരുന്നെങ്കിൽ, പ്രവാചകനെ വിരുന്നുകാരനായി കിട്ടിയിരുന്നെങ്കിൽ. പ്രവാചകനെ വീടില്ലല്ലോ മദീനയിലെത്തുമ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചു. അതിനു വേണ്ടി അവരിങ്ങനെ മത്സരം നടത്തുന്നൊരവസ്ഥ വന്നപ്പോൾ
പ്രവാചകനെ അവർക്ക് വീതം വെച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ, മുടി ഒരുമിച്ച് കൊടുക്കണ മാതിരി റസൂലാകാൻ ഒന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഈ ഒട്ടകം ഫഇന്നഹ മഅമൂറ, അതിന് പ്രത്യേകം നിർദ്ദേശം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അത് എവിടെയാണോ മുട്ടുകുത്തുന്നത്, അവിടെ ആരുടെ വീടാണോ ഉള്ളത്, അവിടെ ഞാൻ താമസിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരു പരിഹാരം കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തുണ്ടായില്ല, ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ അവസാനത്തെ ഹജ്ജ്, ആദ്യത്തെ ഹജ്ജ് ആണാരത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മ ചെയ്യാൻ, പ്രവാചകന് വുളൂവിന് വെള്ളം എടുത്തുകൊണ്ട് പോയി കൊടുക്കാൻ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, പ്രവാചകനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെക്കാൻ, അതിനൊക്കെ അവർ കിട്ടുന്ന അവസരം എന്ത് ചെയ്തിരുന്നു? ഉപയോഗപ്പെടുത്തി. ഇതൊക്കെ ഹദീസുകൾ കാണാവുന്ന സംഗതി തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി സൊഫ് ഇങ്ങനെ ശരിയാക്കിയപ്പോൾ ഒരു വടി കൊണ്ട് ഇങ്ങനെ ഒരാളെ, സൊഫിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒരാളെ നേരെയാക്കി. അപ്പോൾ അയാൾ എനിക്ക് നൊന്തുപോയി എന്ന് പ്രവാചകനോട് പറഞ്ഞു. വയറിന് നബി ഇങ്ങനെ വടികൊണ്ട് കുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, എന്നാൽ നീ അതിനെ പകരം ചെയ്തോ, പകരം വീട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രം ഇങ്ങനെ അഴിച്ചു വയറ് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയുണ്ടായത്. അപ്പോൾ ഇതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന സ്നേഹാനുരാഗത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളും അടയാളങ്ങളുമായി തന്നെയാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് റസൂലിനെ അങ്ങനെ ശരീരത്തോടു കൂടി കാണാൻ കഴിയണില്ലല്ലോ, ഇല്ല. നമുക്കും ആ സ്നേഹം പ്രവാചകനോടുണ്ടായാൽ മാത്രമേ നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തിനെ ആര് ഫോളോ ചെയ്യുന്നോ, ഇഷ്ടപ്പെടുന്നുവോ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഅഇ ഫിൽ ജന്ന. എനിക്ക് ശേഷം വരുന്ന ആളുകൾ അങ്ങനെ എന്നെ സ്നേഹിച്ചാൽ അവർ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു എന്നുള്ളത് സഹീഹായ ഹദീസുകളിൽ വന്നത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി എന്ത് ചെയ്തിട്ടുണ്ട്? വിതരണം ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ TH ദാരിമി ഇവിടെ പറയുന്നത്, തബറുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സമർത്ഥമായി ഇവിടെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു, മുഴുവൻ പറയാതെ അത് ഒഴിവാക്കി പോവുകയാണ് ഉണ്ടായത്. തബറുക്ക് എന്നുള്ളത് രണ്ട് വിധത്തിലുണ്ട്. തബറുക്ക് ഈ പറഞ്ഞ പോലെ വല്യാപ്പാൻ്റെ കസേര, അല്ലെങ്കിൽ ബാപ്പ സാധാരണ ഇരുന്നിരുന്ന കസേര, ബാപ്പ മരിച്ചാൽ നമ്മളത് എടുത്തു വെക്കണ മാതിരി, ബാപ്പ കെട്ടിയിരുന്ന വാച്ച് ആദരപൂർവ്വം നമ്മൾ വേറെ ആർക്കും കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ബാപ്പാൻ്റെ കണ്ണാട നമ്മൾ എടുത്തു വെക്കണ മാതിരിയുള്ളൊരു തബറുക്കാണെങ്കിൽ അതിന് ഇസ്ലാം എതിരല്ല. ആ രീതിയിലുള്ള ഇപ്പോൾ ബഹുമാന്യനായ ദാരിമി പറഞ്ഞ തബറുക്കാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ തബറുക്കിൻ്റെ മറ്റൊരു രീതിയുണ്ട്. അതെന്താണെന്നോ, പ്രവാചകൻ്റെ തിരുശേഷിപ്പുകളിൽ നിന്ന് അതിന് ഇങ്ങനെയുള്ള ഒരു മുഅ്ജിസത്ത് കൽപ്പിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസപ്രകാരം അതിനെ ഉപയോഗിക്കുന്ന തബറുക്ക് ഇസ്ലാമികമല്ല. അതൊരിക്കലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുചരന്മാരോ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു പിതാവ് മരിച്ചാൽ ബാപ്പാൻ്റെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒരു ആദരപൂർവ്വം ബഹുമാനപൂർവ്വം എടുത്തു വെക്കുന്നു എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഇതുപോലുള്ള മുടിയോ ആരെങ്കിലും എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് യാതൊരു ഉപദ്രവമോ ഉപകാരമോ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് യാതൊരു വിരോധമല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, നിങ്ങൾ വേറൊരു സംഗതി മനസ്സിലാക്കാനുള്ളത്, ഈ അവസാനത്തെ ഹജ്ജിലാണല്ലോ നബി മുടി വിതരണം ചെയ്തത്. അതുവരെ എന്ത് ചെയ്തിട്ടില്ല? മുടി വിതരണം ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മുടി എടുത്തിട്ടുണ്ട്, അല്ലേ? നബിക്ക് പ്രത്യേകം ഒരു ക്ഷുരകൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം ഒരു ത്വബീബ്, ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു, പ്രവാചകനെ ചികിത്സിക്കുന്ന വൈദ്യൻ ഉണ്ടായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് പ്രവാചകൻ്റെ ഈ മുടി ആരെങ്കിലും ശേഖരിക്കുകയോ അല്ലെങ്കിൽ അത് ഒരു മരുന്നിന് ചികിത്സയായി അതിൻ്റെ വെള്ളം കലക്കി അത് കുടിക്കുകയോ ചെയ്ത ഒരു സംഭവം പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മുടിയില്ല. ഖുലഫാഉർ റാഷിദുകളുടെ കൂട്ടത്തിൽ ആരുടെ കൂട്ടത്തിലും ഇങ്ങനെ ഒരു തിരുശേഷിപ്പ് അവരൊന്നും എടുത്തു വെച്ചിട്ടില്ല. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹജ്ജത്തുൽ വദാഇന് ശേഷം വളരെ മാസങ്ങളോളം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടുള്ളൂ, അല്ലേ?
ഹജ്ജത്തുൽ വദാ കഴിഞ്ഞാൽ ദുൽഹജ്ജ് കഴിഞ്ഞാൽ മുഹറം, സഫർ, റബിയുൽ അവൽ. പിറ്റേ റബിയുൽ അവൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹജ്ജ് ചെയ്തതിന് ശേഷം 2-2.5 മാസമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഈ കിട്ടിയ മുടി നോക്കൂ നിങ്ങൾ. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്കും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവർ പോയയിടത്തൊക്കെ ഇസ്ലാം പ്രചരിപ്പിച്ചു, പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വന്ന മാലിക് ബിൻ ദീനാർ അവരുടെ പേരിൽ നിർമ്മിച്ച പള്ളിയുണ്ട് കാസർഗോഡ്, ഉത്തര കേരളത്തിലുണ്ട്. അവിടെ ഒരു തിരുശേഷിപ്പ് നമുക്ക് കാണാൻ കഴിയില്ല. അവർ ഈ മുടിയും കൊണ്ടുപോയിട്ട് അതിൻ്റെ ബർക്കത്തെടുത്ത് പള്ളി ഉണ്ടാക്കുന്നൊരു സമ്പ്രദായമേ ഇല്ല. ഇന്ത്യയിലെ ഒന്നാമത്തെ മുസ്ലിം പള്ളി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ പള്ളി ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ചേരമാൻ പെരുമാൾ എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കൊണ്ടുപോയി അവിടെ അത് സ്ഥാപിക്കുകയും അങ്ങനെ ഒരു ദിവ്യത്വം അതിനെ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പിന്നെ അവർ അതിൽ ING പിൻവലിക്കുകയാണ്. ഞാൻ ദാരിമിനോട് പോയപ്പം പറഞ്ഞു, ഞാനിവിടെ റഹ്മത്തുള്ള കാസിമി 25,000 റുപ്യക്കാണ് ഒറിജിനൽ മുടി വിറ്റ കലക്ക്, പിന്നെ അത് കഴുകിയ വെള്ളം വിറ്റിട്ടുള്ളത്. വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി. വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു ആലം, ഏതായാലും വിറ്റിട്ടുണ്ടവർ. അതാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ളത് ഒറിജിനലാണെന്നും അത് കഴുകിയ വെള്ളം അത് രോഗശമനത്തിന് വേണ്ടി കുടിക്കാമെന്നും അതുകൊണ്ട് ഫലമുണ്ട് എന്നും അതിന് ഉപകാരം ചെയ്യാൻ കഴിവുണ്ട്, ഉപദ്രവം ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത വിശ്വാസം എന്ന് മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, അങ്ങനെ മുടിക്കൊരു ദിവ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ, രോഗം ചികിത്സിക്കാനുള്ള, മരുന്നാക്കി ഉപയോഗിക്കാനുള്ള ഒരു ദിവ്യത്വം ഈ മുടിക്കുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ചികിത്സിക്കാൻ വേണ്ടി പറയും. പ്രവാചകൻ എന്താ പറയാ? ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഫതദാവു, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിച്ചുകൊള്ളൂ. വലാ തതദാവു ബിൽ ഹറാം, ഹറാമായ ചികിത്സ നിങ്ങൾ നടത്തരുത് എന്ന റസൂല് പറഞ്ഞത്. ലികുല്ലി ദാഇൻ ശഅരി, എല്ലാ രോഗങ്ങൾക്കും എൻ്റെ മുടിയുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. എന്നാ അങ്ങനെ പറയേണ്ടിയിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാ, എന്ത് രോഗം അള്ളാഹു ഇവിടെ ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ മരുന്നും അള്ളാഹു ഇവിടെ തന്നെ, പ്രതിവിധിയും ഇവിടെ തന്നെ ഇറക്കി തന്നിട്ടുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഹദീസുണ്ട്. സഹാബിവര്യന്മാർക്കിടയിൽ ആ മുടി വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ ഒരിക്കലും ഇതിനെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു തബറുക്ക് അതുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2-3 എഴുതി കിട്ടി. പിന്നെന്താ? ആയിക്കോട്ടെ. ഇല്ല, സംസം വെള്ളത്തിന് അതിന് അതിൻ്റേതായ പുണ്യമുണ്ട്. സംസം വെള്ളത്തിന് അതിൻ്റേതായ പുണ്യം. അതൊരു ചികിത്സ എന്ന നിലക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ രോഗത്തിനുള്ള മരുന്നായിക്കൊണ്ട് എന്നല്ല എന്ത് പറഞ്ഞത്? സംസം വെള്ളത്തിന് മറ്റുള്ള വെള്ളങ്ങളേക്കാൾ അതിനൊരു പുണ്യം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് ആദ്യമായി മനുഷ്യൻ കുഴിക്കാത്ത ഒരു മലക്ക് കുഴിച്ച കിണറാണിത് സംസം. അതൊരിക്കലും വറ്റാത്ത നീരുറവ, മലക്കാണത് കുഴിച്ചത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കാലിട്ടടിച്ചെടുത്തുനിന്ന് ഉറവ പൊട്ടിയതല്ല, നേരെ മറിച്ച് മലക്ക് കുഴിച്ചു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അതിന് അതിൻ്റേതായ പുണ്യവും പവിത്രതയുമുണ്ട്. പിന്നെന്താ? 2 എഴുതി കിട്ടിയ 3 ചോദ്യങ്ങളുടെയും മറുപടിയായി ഇന്ന് മുഹമ്മദ് ചോദിച്ച ചോദ്യത്തിൻ്റെയും മറുപടിയായി ഖാലിദ് ബിൻ വലീദിൻ്റെ തൊപ്പി യർമൂക്ക് യുദ്ധം നഷ്ടപ്പെട്ട വിഷയം അത് പറഞ്ഞു. അത് തന്നെയാണ് സംഗതി. അതെന്തല്ല, അതുകൊണ്ടൊരു ദിവ്യത്വം അതുണ്ടായത് കൊണ്ട് എനിക്ക് വെട്ടേൽക്കൂല എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബർക്കത്ത് കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത് എന്നും മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകനോടുള്ള സ്നേഹത്താൽ അവർ ആ കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെന്താ? ശരീഅത്ത് കാടത്തമാണെന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും അടിസ്ഥാന പ്രമാണമായ ഒരു തത്വശാസ്ത്രത്തിൻ്റെ വക്താവിനെ കേവലം ഒരു പ്രസ്താവനയുടെ പേരിൽ മാത്രം ഇത്രമാത്രം പുകഴ്ത്തേണ്ടതുണ്ടോ? നാളെ അയാൾ തന്നെ ഇസ്ലാമിക വിരുദ്ധ പ്രസ്താവന. അതെന്താണോ ഇത്? നമ്മൾ അയാൾ പുകഴ്ത്തി പറയാന്നുള്ളത്, ആരൊരു സംഗതി പിന്നെ ഒരു സത്യം പറയുകയാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മളതിനെ
അംഗീകരിക്കണം. പിണറായി വിജയനെ പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരിൽ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ആര്? പിണറായി വിജയൻ എന്ന അർത്ഥത്തിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ ഇസ്ലാഹി പ്രസ്ഥാനം എടുത്തിട്ടുള്ളൂ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, DYFIൻ്റെ പല ആൾക്കാരും ഇവിടെയുള്ള ആൾദൈവങ്ങൾക്കെതിരിലും അതുപോലെ തന്നെ സിദ്ധന്മാർക്കും ബീവിമാർക്കും തങ്ങന്മാർക്കെതിരൊക്കെയുള്ള പ്രചരണം നടത്തിയപ്പോൾ അത് മുഴുവനാക്കാതെ അവർ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. കാരണം എന്താ? അവർക്കതുകൊണ്ട് വേറെ കുറേ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ്. ആ നിലക്ക് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഇതിനെ കാണുന്നുള്ളൂ. എവിടെ? അതുണ്ടാവും. അതെ അതിൻ്റെ അതാണ് പറഞ്ഞത്. അവർക്ക് രാഷ്ട്രീയ അതിൻ്റെതായ നേട്ടങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു താല്പര്യവുമില്ലാത്തൊരു കക്ഷിയാണിത്. നമ്മളിത് ജനങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൗഹീദിൽ നിന്ന് അകന്നു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹത്തെ അതിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങളും ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നത്. മറ്റൊരു ചോദ്യം നമ്മൾ ഉമറാക്ക ചോദിച്ചു, അറിയപ്പെട്ട എല്ലാ ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകളിൽ നിന്നും അങ്ങേയറ്റം ദൂരം സൂക്ഷിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ മുടി തീ കത്തുന്നതല്ല, നിഴലുണ്ടാകുന്നതല്ല, ഉറുമ്പ്, ഈച്ച, കൊതുക് പോലുള്ളവ അതിന്മേൽ ഇരിക്കുന്നതല്ല എന്ന് ഒരു സത്യവിശ്വാസി ധരിച്ചു വശായാൽ അതിൻ്റെ പേരിൽ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ ജലം നൽകാതെ തടയപ്പെടുമോ എന്നാണ്. ഇവിടെ ഒരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് നമുക്ക് പാനജലം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞ എന്താണെന്നോ, എനിക്ക് ശേഷം ഞാൻ ഈ ദീനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആചാരവും പുത്തൻ ആചാരവും നിങ്ങൾ ഈ ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് പാനജലം നൽകുന്നതിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഫസുഹുക്കൻ, നിങ്ങൾ അകന്നു പോകൂ, നിങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ആൾക്കാരാരാ? മതത്തിൽ ബിദ്അത്തുകൾ, പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും എന്ത് ചെയ്യും? കത്തും. അത് ഈ പറഞ്ഞ പോലെ നിന്റെ മുടിയിൽ ഈച്ച അരിക്കൂല എന്ന് പറഞ്ഞു. ഈച്ച അരിക്കൂല. അപ്പോൾ ഈച്ചകൾക്ക് ബുദ്ധിയുണ്ട്, പഠിച്ചോൻ കൊടുത്തെ ഈച്ചകൾക്ക് അവരുടെ ഒരു ബുദ്ധിയുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അറവുശാലകളിലൊക്കെയുള്ള വേസ്റ്റ് ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ടാൽ അവിടെ ആര് എത്തും? ഈച്ചകൾ നല്ലോണം എത്തും. കാരണം എന്താ? അവർക്ക് ആവശ്യമുള്ളത് അവിടെ ഉണ്ട്. ഈ അറവുശാലകളിൽ നിന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റിൽ ഈച്ചകൾക്ക് ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അവിടെ നല്ല ഈച്ച കൂടി അവിടെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ബാർബർ ഷോപ്പിൽ നിന്നും വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലം കണ്ടില്ല നിങ്ങൾ അല്ലേ? അവിടെ ഇതേപോലെ ഈച്ചകൾ ഉണ്ടാകുമോ? ഇല്ല. ഈച്ച ഉള്ള സ്ഥലത്താണ് ഇടുന്നതെങ്കിൽ അവിടെ ഈച്ച മുടി മരിക്കുന്നല്ലാതെ. അപ്പോൾ ഈച്ചകൾക്ക് പഠിച്ചോൻ കൊടുത്തൊരു കേവല ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ ഈച്ച ഉള്ളയിടത്ത് നബിൻ്റെ മുടി കൊണ്ടുവച്ചാലും എന്ത് ചെയ്യും? അവിടെ ഈച്ച ഇരിക്കും. ആ ഉറുമ്പുള്ളടുത്താണ് വെക്കുന്നതെങ്കിൽ അവിടെ ഉറുമ്പരിക്കും. അല്ലെങ്കിൽ നബിയുടെ മുടിയായതുകൊണ്ട് ഒരിക്കലും ഉറുമ്പരിക്കാതിരിക്കുകയും ഈച്ച ഇരിക്കാതിരിക്കുകയും അതിന് നിഴലില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് യാതൊരു തെളിവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്നെവിടെയാണ് പറഞ്ഞത്? അതിനൊരു പ്രമാണവുമില്ല. പ്രവാചകന് നിഴലില്ല എന്ന് വരുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിയിൽ നിന്ന് ഉണ്ടായതാണ്, ഒരു പ്രകാശം. നമ്മുടെ മൗലൂദ് കിതാബിൽ പറഞ്ഞൊരു ഒളി ഉണ്ടല്ലോ. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആരുടെ ഒളി സൃഷ്ടിച്ചിട്ടുണ്ട്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യപ്രകാശം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഈ സംഗതി വരുന്നത്. നിഴലില്ല എന്നുള്ളത്. വെളിച്ചത്തിന് പിന്നെ ഒരു വെളിച്ചം ഉണ്ടാവുമല്ലോ, നിഴൽ എന്ന നിലക്കാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിനൊന്നും പ്രമാണങ്ങളുടെ യാതൊരു തെളിവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അലം. ഇനി ചോദ്യങ്ങളൊന്നുമില്ലല്ലോ? എഴുതി കിട്ടിയ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന്.